ശ്രീ കോവൂർ കുഞ്ഞുമൻ എം എൽ എ ശ്രീ കോവൂർ കുഞ്ഞുമൻ എം എൽ എ ഈ സംഭവത്തെ പറ്റി താങ്കൾ അറിഞ്ഞോ? എന്താണ് ഉണ്ടായെന്നാണ് താങ്കളുടെ ഒരു അറിവ്? ആക്ച്വലി ഞാൻ തിരുവനന്തപുരത്ത് നിയമസഭയുടെ ഒരു മീറ്റിങ്ങിന് വന്നപ്പോഴാണ് എൻ്റെ PA ഈ വിവരം എന്നെ ധരിപ്പിച്ചത്. അപ്പോൾ PA ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിൽ ഈ കുട്ടിയെ എത്തിച്ചു. സ്കൂള് അധികൃതരും ഹൈസ്കൂൾ അധ്യാപകരും എല്ലാവരും കൂടെ ചേർന്നാണ് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത്. പക്ഷേ നമുക്ക് ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. അതിദാരുണമായ സംഭവമാണ് ഇതിന്റെ മരണത്തിലൂടെ സംഭവിച്ചിട്ടുള്ളത്. കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സംഭവം ഉണ്ടായത്. ചെരുപ്പെടുക്കുന്നതിന് വേണ്ടി കയറിയപ്പോഴാണ് സംഭവം ഉണ്ടായത്. എന്താണ് ഇതിന്റെ വീഴ്ച പറ്റിയതെന്ന് പരിശോധിക്കപ്പെടണം. അതിന് അവരെ അറിയിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു നടപടിക്രമങ്ങൾ നടന്നു വരികയാണ്. കോവൂർ കുഞ്ഞുമൻ എം എൽ എ, ഇത് ഈ വൈദ്യുത ലൈൻ ആർക്ക് നോക്കിയാൽ ഇപ്പോഴും സ്കൂളിൽ നിന്ന് കയ്യെത്തി തൊടാവുന്ന മട്ടിൽ അത്ര ഭൂമിയോട് ഏതാണ്ട് അടുത്ത് താന്ന്, ഇപ്പം എനിക്ക് ആരുടെ നീളമുണ്ട്, എൻ്റെ അത്ര നീളമുള്ള ഒരാൾ താഴെ നിന്ന് കൈമുക്കിയാൽ തൊടാവുന്ന മട്ടിൽ അങ്ങനെ താന്ന് കിടക്കുകയാണ്. കുറേ നാളായി അങ്ങനെ കിടക്കുന്നുമുണ്ട്. എന്തുകൊണ്ടാണ് MLA അതാരും കാണാതെ പോയത്? എന്താണ് അത് പരിശോധിക്കുക. KSEBക്ക് അങ്ങനെ വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചയായിട്ട് തന്നെ അവർ അംഗീകരിക്കാൻ തയ്യാറാകണം. ഇപ്പോൾ തന്നെ ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ട്. എന്താണ് അതിലെ വീഴ്ച പറ്റിയത്, അത് തുടർ നടപടി സ്വീകരിക്കുക. അതിനകത്തൊരു തർക്കമില്ല. അല്ല, അത് ശരിയാണ് MLA. പക്ഷെ എന്തുകൊണ്ടാണ് ഇത് ആരും കാണാതെ? ഇപ്പോൾ താങ്കളുടെ വീട് അതിനടുത്താണെന്ന് അറിയാൻ കഴിയുന്നുണ്ട്. താങ്കളടക്കം എന്തുകൊണ്ടാണ് സാർ അത് ആരും കാണാതെ പോയത്? ഞാൻ ദേഷ്യപ്പെടുക, വലിയ സങ്കടം കൊണ്ട് ചോദിക്കുന്ന, എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ 5 മുതൽ 10 വരെ പഠിച്ച സ്കൂൾ. എൻ്റെ വീടിനടുത്താണ് ഈ സ്കൂള്. മാനേജ്മെന്റിന്റെ നേതൃത്വത്തിലുള്ള സ്കൂളാണ് അതിന്റെ നിയന്ത്രണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ ലൈൻ ഇങ്ങനെ താഴ്ന്നു കിടക്കുന്ന എൻ്റെ ശ്രദ്ധയിൽ വന്നില്ല. മറ്റുള്ളവരുടെ ശ്രദ്ധയിലും വന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആ കുടുംബത്തിന് എന്തൊക്കെ സഹായം ചെയ്യാൻ കഴിയും അതെല്ലാം ചെയ്യുന്നതിന് ഞങ്ങൾ തയ്യാറാണ്. തീർച്ചയായിട്ടും ബന്ധപ്പെട്ടവരെല്ലാം ഈ വിവരം അറിയിച്ചിട്ടുമുണ്ട്. താങ്ക് യു MLA. എന്തായാലും ഇത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല, MLA യുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല, ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നത്? ഇത്രയും ഗുരുതരമായ ഈ പോകുന്നത് KSEBയുടെ ഇലക്ട്രിസിറ്റി ലൈനാണെന്നും അതിൽ കൂടി പോകുന്നത് കറണ്ടാണെന്നും അതടിച്ചാൽ ഷോക്ക് ഏൽക്കുമെന്നും ഷോക്കേറ്റാൽ ജീവാപായം ഉണ്ടാകുമെന്നും അറിയാത്തവരാണ് അവിടുത്തെ ആർ. എന്താ ഇത് അത്ഭുതമാണ്, വിസ്മയമാണ് എന്ന കാര്യത്തിൽ പറയാം. ഇത് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പോവുകയും ആരും ഇത്